കേരളത്തിലെ പ്രശസ്ത വാസ്തുശില്പി ലോറി ബേക്കറിന്റെ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റായിരുന്നു മിത്രനികേതൻ. പ്രാദേശിക തോട്ടം തൊഴിലാളികൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കുമായി ഒരു ചെറിയ ക്ലിനിക്കായും സ്ത്രീകൾ നടത്തുന്ന ചികിത്സാ കേന്ദ്രമായും തന്റെ ഭാര്യ ഡോക്ടർ എലിസബത്ത് ബേക്കറുമൊത്ത് അദ്ദേഹം ഇത് സ്ഥാപിച്ചു. ബേക്കറിന്റെ പരിസ്ഥിതി സൗഹാർദ്ദപരവും കുറഞ്ഞ ചെലവിലുള്ളതുമായ രൂപകൽപ്പനയുടെ തത്വചിന്ത വിളിച്ചോതുന്ന ലളിതവും മനോഹരവുമായ ഒരു വാസ്തുവിദ്യാ നാഴികക്കല്ലായി ഈ പ്രദേശം ഇന്നും നിലകൊള്ളുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധം ശക്തമാവുകയും ഒരു കാലത്ത് ശാന്തമായിരുന്ന ഹിമാലയൻ താഴ്വരകളിൽ സൈനിക നീക്കങ്ങൾ കാരണം സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തപ്പോൾ ലോറിയും ഡോക്ടർ എലിസബത്ത് ബേക്കറും തങ്ങളുടെ പിത്തോരഘട്ടിലെ വീട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ തങ്ങളുടെ പിഞ്ചുമക്കൾക്കും പ്രായമായ അമ്മയ്ക്കുമൊപ്പം കൂടുതൽ ശാന്തമായ അന്തരീക്ഷവും അർത്ഥവത്തായ പ്രവർത്തനങ്ങളും തേടി എലിസബത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് മടങ്ങി. തുടർന്ന് വാഗമണ്ണിലെ കുരിശുമല ആശ്രമത്തിൽ വെച്ച് ഫാദർ ഫ്രാൻസിസ് ആചാര്യയെയും ടോം ബെഡ്ഡെ ഗ്രിഫിത്തിനെയും കണ്ടുമുട്ടിയത് ലോറി ബേക്കറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. ചുറ്റുമുള്ള മലനിരകളിലെ തോട്ടം തൊഴിലാളികൾക്കും ആദിവാസി കുടുംബങ്ങൾക്കും ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ലെന്ന കാര്യം സന്യാസിമാർ അദ്ദേഹത്തോട് പറയുകയും അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ ബേക്കർ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവരുടെ ഉപദേശം ശിരസാവഹിച്ച ബേക്കർ കുടുംബം 1963 വാഗമണ്ണിലേക്ക് താമസം മാറ്റുകയും അധികം വൈകാതെ തന്നെ അവിടുത്തെ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. ക്ലിനിക്കൽ ചികിത്സകൾക്കുമപ്പുറത്തേക്ക് മിത്രനികേതന്റെ സേവനങ്ങൾ വേഗത്തിൽ വളർന്നു. വാഗമണ്ണിന് ചുറ്റുമുള്ള മലയോര സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതൊരു വലിയ താങ്ങായി മാറി. അടുത്തുള്ള ആദിവാസി ഊരുകളിലേക്കും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലേക്കും ഇവിടുത്തെ സാന്ത്വന സ്പർശം വിപുലീകൃത ക്ലിനിക്കുകളിലൂടെ എത്തിച്ചേർന്നു. പ്രസവാനന്തര ഗർഭകാല ശുശ്രൂഷകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. വാഗമണ്ണിലും ചുറ്റുമുള്ള 25 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള നിരവധി ആളുകളുടെ ജന്മസ്ഥലമായിരുന്നു മിത്രനികേതൻ. കല്ലും സ്നേഹവും മഴയും ചേർത്തുവെച്ച് പണിതുയർത്തിയ ആ മുറികളിലായിരുന്നു അവർ ആദ്യമായി ശ്വാസമെടുത്ത് ജനിച്ചു വീണത്. പ്രാദേശിക യുവാക്കൾക്കായി ഡോക്ടർ സീനയും മിസ് ആലിനയും ചേർന്ന് മിത്രനികേതൻ ക്ലബിന് രൂപം നൽകുകയും പ്രദേശവാസികളുടെ ശാക്തീകരണത്തിനും കൂട്ടായ വളർച്ചയ്ക്കുമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 2 കൂട്ടായ്മകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആയിരത്തി 1969 മുതൽ തിരുവനന്തപുരത്ത് താമസമാക്കിയ അദ്ദേഹം ചെലവ് കുറഞ്ഞ വീടുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കോസ്റ്റ്ഫോർഡ് ഓഫ് COSTFORD- സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. മൂന്നാം ലോക രാജ്യങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് 1981 നെതർലാൻഡ്സിലെ റോയൽ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് വിശിഷ്ടമായ ബഹുമതി നൽകി ആദരിച്ചു. 1980 ഈജിപ്തിലെ ഹസ്സൻ ഫത്തിക്കായിരുന്നു ഈ ബഹുമതി ലഭിച്ചത്. 1983 ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹത്തിന് MBE മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ബഹുമതി ലഭിച്ചു. വാസ്തുവിദ്യാ രംഗത്തെ മഹത്തായ സേവനങ്ങളെ മുൻനിർത്തി 1990 ഭാരത സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1992 ഐക്യരാഷ്ട്രസഭയുടെ റോൾ ഓഫ് ഓണർ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. 1988 അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. തന്റെ ജീവിതത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരേയൊരു ബഹുമതിയും അതായിരുന്നു.